ജെൻഡർ തീരുമാനിക്കുന്നത് പുരുഷന്റെ ബീജമാണ്, സ്ത്രീയുടേതല്ല. സ്ത്രീയുടെ എഗ്. അവിടെ നിന്നാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. സ്ത്രീയുടെ ലായനി അല്ലെങ്കിൽ ജലം എന്ന് പറഞ്ഞ ഈ വാക്ക് മനിയിനെ സംബന്ധിച്ചല്ല പറയുന്നത്. കാരണം നമുക്കറിയാം, ഗർഭാശയത്തിലേക്ക് ഒരു നുതുഫ, ഒരു സ്പേം കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ടെന്നാണ്. അതിൽ ആരാണോ ആദ്യം ഓടിയെത്തുന്നത് അവരാണ് ആ എഗ്ഗുമായി കൂടിച്ചേർന്ന് സൈഗോട്ടായി മാറുന്നത്, സിക്താണ്ഡമായി മാറുന്നത്. ഈ ഓട്ടത്തെയാണ് നബി തങ്ങൾ പറയുന്നത് ഇദാ സബഖ ഇദാ ഗലബ മാഉർ റജുലി മാഅൽ മർഅ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ മനിയിൽ സ്ത്രീയുടെയും പുരുഷന്റേതുമെന്ന് ജെൻഡർ നിർണയിക്കുന്ന ലായനിയുണ്ട്. മക്കക്കാരായ അറബികളോട് ഇതിലപ്പുറം എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? സ്ത്രീയുടെ ശരീരത്തെ എഗ്ഗിനെ കുറിച്ചല്ലേ പറയും. പുരുഷന്റെ ബീജത്തിലുള്ള സ്ത്രൈണ സ്വഭാവമുള്ള കോശ ഘടകങ്ങൾ, അതുപോലെ തന്നെ പുരുഷ സ്വഭാവമുള്ള ഘടകങ്ങൾ XY. ഇതിൽ Y ആണ് മുൻകടക്കുന്നതെങ്കിൽ കുട്ടി പെണ്ണായിട്ട് വരും, X ആണ് മുൻകടക്കുന്നതെങ്കിൽ കുഞ്ഞ് ആൺകുട്ടിയായിട്ട് വരും. ഇവിടെ മനസ്സിലാക്കേണ്ടത് സബഖ എന്നാണ്. സബഖ എന്ന് പറഞ്ഞാൽ മുൻകടക്കുക എന്നാണ്. ഗലബ എന്ന് പറഞ്ഞാലും സബഖ മുൻകടക്കുക. നമ്മൾ മുൻകടക്കുക എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് ഓടുമ്പോഴാണ് മുൻകടക്കാൻ പറ്റുള്ളൂ. ഒരു സ്ഥലത്ത് നിന്ന് നീങ്ങുമ്പോഴാണ് ഒരാൾ മറ്റൊരാളെ മറികടന്നു എന്ന് പറയാം. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് പ്രവഹിക്കുന്നതിൽ നിന്ന് ഒന്ന് മറ്റൊന്നിനെ ഓവർടേക്ക് ചെയ്താൽ അതാണല്ലോ പുരുഷ ബീജത്തിൽ സംഭവിക്കുന്നത്. ആ മാഇനെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാഉർ റജുൽ മാഉൽ മർഅ എന്ന് പറഞ്ഞത്. എന്നല്ലാതെ സ്ത്രീയുടെ എഗ്ഗിനെ കുറിച്ചും പുരുഷന്റെ സ്പേമിനെ കുറിച്ചുമല്ല. പുരുഷന്റെ സ്പേമിന്റെ ഉള്ളിൽ, അതിന്റെ ഉള്ളിലുള്ള ആണും പെണ്ണും തിരിക്കുന്ന ക്രോമസോമുകളിൽ ആരാണോ പുരുഷ സ്വഭാവമുള്ളതാണ് മുൻകടക്കുന്നതെങ്കിൽ അത് ആൺകുട്ടിയായിട്ട് വരും, അല്ലെങ്കിൽ പെൺകുട്ടിയായിട്ട് വരും. അത് പറയാൻ നബി തങ്ങൾ ഉപയോഗിച്ച വാക്ക് ഇദാ അല അല്ലെങ്കിൽ ഇദാ ഗലബ ഇദാ സബഖ എന്നീ വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് പ്രവഹിക്കുമ്പോൾ, ഒരു സ്ഥലത്ത് നിന്ന് ഓട്ടം തുടങ്ങുമ്പോഴാണ് മത്സരിച്ചു ജയിക്കുക എന്ന് പറയാം. അതുകൊണ്ട് പുരുഷ ബീജത്തിൽ നിന്നുള്ള ഓട്ടമാണിത്. ഇത് ആര് ആദ്യം കടക്കുന്നുവോ, എഗ്ഗുമായി കൂടിച്ചേരുന്നുവോ, അവിടെയാണ് ഒന്നുകിൽ XY അല്ലെങ്കിൽ XX അല്ലെങ്കിൽ YY ഈ രീതിയിൽ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ഈ വാക്ക് വളരെ മനോഹരമാണ്. എന്നല്ലാതെ സ്ത്രീയുടെ ശരീരത്തിലുണ്ടാകുന്ന ലായനിയോ പുരുഷന്റേതും രണ്ടും അങ്ങനെയല്ല. കാരണം സ്ത്രീയുടേത് അവിടെ നിൽക്കുകയാണ്, പുരുഷന്റേതാണ് അവിടെ അങ്ങോട്ട് പ്രവേശനം നടക്കുന്നത്. സത്യത്തിൽ മത്സരിച്ച് ജയിക്കുക എന്ന പ്രയോഗമാണ് നബി തങ്ങൾ പറഞ്ഞത്. ഒരു സ്ഥാനത്ത് നിന്ന് പുറപ്പെടുമ്പോഴാണ് മത്സരിക്കുക. അതുകൊണ്ട് പുരുഷന്റെ ബീജത്തിൽ നിന്ന് സ്രവിക്കുന്ന ആ ലായനിയിലുള്ള ആണും പെണ്ണും തിരിക്കുന്ന ക്രോമസോമുകൾ, ആ സെല്ലുകൾ ഓടി ജയിക്കുന്ന ജയത്തെ സംബന്ധിച്ച് എംബ്രിയോളജി ഡെവലപ്മെന്റ് നടക്കുന്നതിന് മുമ്പ്, ഭ്രൂണത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുന്നതിന്റെ മുമ്പ്, സ്കാനിങ്ങും മറ്റു അൾട്രാസൗണ്ടും മറ്റു സംവിധാനങ്ങളും ഒന്നുമില്ലാത്ത കാലത്താണ് ഒരു പ്രവാചകനല്ലാതെ ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ നബി തങ്ങളോട് ചോദിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മറുപടി പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, നബിയെ ഞാൻ ഈ കർട്ടന്റെ ബാക്കിൽ പോയിരിക്കാം, ജൂതന്മാരെ നിങ്ങൾ ഓരോരുത്തരായിട്ട് വിളിക്കാം, ഞാൻ മുസ്ലിമായത് അവരോട് പറയരുത് കേട്ടോ. എന്നിട്ട് എന്നെ പറ്റി അവരോട് ചോദിക്കും, എന്താണ് എന്നെ പറ്റി എന്ന അഭിപ്രായം എന്ന് ചോദിക്കും. എന്നിട്ട് ഞാൻ മുസ്ലിമായ വിവരം പിന്നെ പറഞ്ഞാൽ മതി. അവരെ എന്നെ പറ്റി പറഞ്ഞത് മാറ്റി പറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നബിയെ. നബി തങ്ങൾ വിളിച്ചു ജൂതന്മാരോട് ഇസ്ലാം പറഞ്ഞു കൊടുത്തു. പറഞ്ഞു, ലാ നുഅ്മിനു ബിക അബദാ, മുഹമ്മദ് നബി നിങ്ങൾ എന്ത് തന്നെ കൊണ്ടുവന്നാലും ഞങ്ങൾ വിശ്വസിക്കൂല. ഞങ്ങൾ ജൂതന്മാരായിട്ട് തന്നെ മരിച്ചോളാം, ഞങ്ങൾ വിശ്വസിക്കൂല. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്താ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവാത്തത്? അതൊന്നും പ്രശ്നമില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ മതം പറ്റൂല. അപ്പൊ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആൾ ആരാണ്? ഒരാൾ പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു സലാം. അതെ, അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. ഹുവ അഅലമു ബിന്നാ വബിനു അഅലമി മിന്നാ, ഞങ്ങളിൽ ഏറ്റവും വിവരമുള്ള ആളാണ്, ഞങ്ങളിൽ ഏറ്റവും വിവരമുള്ള ആളിന്റെ മകനുമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം നിങ്ങൾക്കൊക്കെ വിശ്വാസമാണ് ചോദിച്ചു. ആണ്, നല്ല വിശ്വാസമാണ്. അദ്ദേഹം സത്യസന്ധനാണ്, വിവരമുള്ള ആളുമാണ്. വിവരമുണ്ടെന്ന് മാത്രമല്ല, ഞങ്ങളിലെ തറവാടിത്തമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ആളുമാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം. അബ്ദുല്ലാഹി ഇബ്നു സലാം തആല എന്നിട്ട് വരിന അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞു കൊടുക്കുന്നു. പറഞ്ഞു അല്ലാഹു തആല പറഞ്ഞു അസ്ലംതു ലില്ലാഹ് വഅഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
ഞാൻ മുസ്ലിമാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞ മാത്രയിൽ ഈ പറഞ്ഞ വാക്ക് പറഞ്ഞ മുഴുവനും തിരുത്തി. ഹുവ അക്ദബു മിന്നാ വഅജ്ഹലു മിന്നാ വബിനിൽ അജ്ഹലി മിന്നാ. ഇവൻ ഏറ്റവും വലിയ കള്ളനാണ് നബിയെ, ഞങ്ങളിൽ വിവരമില്ലാത്തവനും വിവരമില്ലാത്തവന്റെ മകനുമാണ്. അവർ പറഞ്ഞു, നബിയെ കണ്ടില്ലേ, ഇവർക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ പറഞ്ഞത് മുഴുവനും അവർ തിരുത്തി പറഞ്ഞു. അതുകൊണ്ട് നബിയെ ഞാൻ മുസ്ലിമാവുകയാണ്, ഇവരെ കിട്ടൂല നബിയെ, അവരെ വിട്ടേച്ച് അവർ പൊയ്ക്കോട്ടെ, ഞാൻ മുസ്ലിമാവുകയാണ്, ഞാൻ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണ്. അവർ വിചാരിച്ചു അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ആളുകൾ മുസ്ലിമായേക്കുമെന്ന്. അപ്പോ തള്ളി പറഞ്ഞു. ആ ഒറ്റ വാക്ക് പറഞ്ഞപ്പോഴേക്കും നേരത്തെ പറഞ്ഞ മുഴുവനും ഡിലീറ്റ് ചെയ്തു, എല്ലാം മാറ്റി പറഞ്ഞു. അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ അള്ളാഹുവിന്റെ തീരുമാനമില്ലെങ്കിൽ പിന്നെ അങ്ങനെയാണ് സംഭവിക്കുക. അള്ളാഹു നമ്മളൊക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ നബി തങ്ങളുടെ നബുവത്ത് സ്ഥിരീകരിച്ച സംഭവം ഈ നുത്ഫയിൽ നിന്ന് മനുഷ്യനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞ പോയിന്റാണ്. ഒരുപാട് ചർച്ചകൾ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ. നുത്ഫയിൽ നിന്ന് അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ കണ്ടില്ലയോ, അന്നാ ഖലഖനാഹു മിൻ നുത്ഫ, മനുഷ്യനെ മുഴുവനും നമ്മൾ പടച്ചത് ഒരു നുത്ഫയിൽ നിന്നാണ്. ഈ നുത്ഫ എന്ന് പറഞ്ഞ പുരുഷ ബീജത്തിന്റെ ആ ഒരു കുഞ്ഞായി ജനിക്കാൻ പോകുന്ന ഒരു ഏക കോശം, ആ കോശം കണ്ണുകൊണ്ട് നോക്കിയാൽ കാണൂല, വലിയ മൈക്രോസ്കോപ്പുകൾ വെച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അത്രയും മൈന്യൂട്ടാണ്, വളരെ നമുക്ക് ഫീൽ ചെയ്യാൻ പോലും പറ്റാത്ത സംഗതിയാണ്. അഖാദി എന്ന് പറയുന്ന ഒരു അറബി തമാശക്കാരനുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ലോകത്ത് ഇന്നേ വരെ ജനിച്ച മുഴുവൻ മനുഷ്യർ, ആ മനുഷ്യരൊക്കെ ജനിക്കാൻ കാരണമായി ഒരു കോശമുണ്ടല്ലോ, കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത, പിതാവിന്റെ മനിയിന്റെ ഉള്ളിൽ കിടക്കുന്ന ചെറിയ ഒരു കോശം, അതാണ് ഉമ്മയുടെ അണ്ഡവുമായി കൂടിച്ചേർന്ന് കുഞ്ഞാകുന്നത്. ആ ഒരു സാധനം ചെറുത്, ബില്യൺ കണക്കിന് മനുഷ്യന്മാർ മുഴുവനും ജനിക്കാൻ കാരണമായ ആ ഒരൊറ്റ കോശം നമ്മൾ ഒന്ന് ഒരുമിച്ച് കൂട്ടിയാൽ, എല്ലാ മനുഷ്യരുടെയും ഈ ഏകകോശം കൂട്ടി വന്നാൽ ഒരു സൂചിയുടെ ദ്വാരുണ്ടല്ലോ, അതിന്റെ പകുതിയിൽ കൊള്ളും ബില്യൺ കണക്കിന് മനുഷ്യന്മാർ ജനിക്കാൻ കാരണമായ ആ കോശത്തിന്റെ വലുപ്പം അത്രയേ ഉള്ളൂ. ബില്യൺ കണക്കിന് മനുഷ്യന്മാർ ജനിക്കാൻ കാരണമായ ചെറിയൊരു കോശം ഉണ്ടല്ലോ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്, അതങ്ങ് വടിച്ചെടുത്താൽ കിട്ടുമെങ്കിൽ ലോകത്ത് ഇന്നേ വരെ വന്ന മനുഷ്യർ വരാനുള്ളവർ ഒരു സൂചിയുടെ ദ്വാരം പോലും ഫുള്ളാവില്ല, അതിൽ പകുതിയെ വേണ്ടി വരുള്ളൂ ഈ മനുഷ്യന്മാരൊക്കെ ഉണ്ടായ ആ ചെറിയൊരു ധാതു. അതുകൊണ്ടാണ് ഖുർആൻ ചോദിക്കുന്നത്, നിങ്ങൾക്കിത് കഴിയോ? ആ ഒരൊറ്റ കോശത്തിന് കയ്യും കാലും കൊടുക്കാൻ മനുഷ്യരും ജിന്നുകളും സർവ്വ സയന്റിസ്റ്റുകളും നോക്കട്ടെ. ഒരു ബീജത്തിന്റെ ഒരംശം എടുത്തിട്ട് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് പോവേണ്ട അത് മനുഷ്യന്റെ കഴിവ് കൊണ്ട് ചെയ്യട്ടെ. എന്ത് ചെയ്യാൻ പറ്റും? കയ്യും കാലും കണ്ണും കേൾവിയും ചിന്തിക്കാനും കാണാനും മണക്കാനും രുചിക്കാനും ദഹിപ്പിക്കാനും നടക്കാനും ഓടാനും ഒക്കെ കഴിയുന്ന മനുഷ്യന്റെ ഈ സിദ്ധികൾ ആർക്കതിൽ വെച്ചു കൊടുക്കാൻ പറ്റും? അള്ളാഹുവിനല്ലാതെ. നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അള്ളാഹു വെച്ച സംവിധാനങ്ങൾ, യു ലെറ്റ് ഇറ്റ് ഗോ. അള്ളാഹു ചെയ്തത് അങ്ങനെ നടക്കട്ടെ, അതിനുള്ള വഴിയൊരുക്കി കൊടുക്കലാണ്. ടെസ്റ്റ് ട്യൂബ് ചെയ്യുന്നത് പോലും അതാണ്. ആ അള്ളാഹുവിന്റെ സംവിധാനം, അത് നടക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നല്ലാതെ നിങ്ങൾക്കായിട്ട് ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ലല്ലോ. അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ ഇത് കാണുന്നില്ലേ? അതുകൊണ്ട് ഇവനെ പടച്ചത് അവൻ തന്നെ അല്ലെങ്കിൽ സൃഷ്ടാവായ ഒരുത്തൻ വേണം, പടച്ച ഒരാൾ വേണം. ആ പടച്ചവനാണ് അള്ളാഹു. ഖിയാമത്ത് നാൾ വരെ യുക്തിവാദം ലോകത്തുണ്ടാകും എന്നതിന്റെ സൂചനയാണ് ഖുർആനിൽ ഇടയ്ക്കിടെ സൃഷ്ടാവിനെ കുറിച്ചുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ വരുന്നത്. മനുഷ്യൻ പടച്ചവനില്ല എന്ന് പറയാൻ തുടങ്ങും പെട്ടെന്ന്, ഒറ്റയടിക്ക് പടച്ചവനില്ല, ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കൂല എന്നൊക്കെ പെട്ടെന്ന് മനുഷ്യൻ ചിന്തിക്കാതെ പറഞ്ഞു പോകും. പക്ഷേ നിന്നെ പടച്ചത് നീയാണോ? അല്ല. ആരാ? നിന്നെ പടച്ചു രക്ഷിതാവ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പരിശുദ്ധമായ കലാമിൽ 4 സ്ഥലത്ത് വളരെ വ്യക്തമായി അല്ലാഹുവിനെ നന്ദി ചെയ്യണം, അല്ലാഹുവിനെ നിങ്ങൾ നന്ദി ചെയ്യണം എന്ന് പറഞ്ഞെടുത്ത് നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ നന്ദി ചെയ്യണം, ഉടനെ പറയും മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. ഖുർആൻ 2 വിഷയങ്ങൾ എപ്പോഴും ചേർത്ത് പറയുന്ന ഒരു വിഷയം, അതിൽപ്പെട്ട ഒരു വിഷയം ഇതാണ്. മറ്റൊന്ന്, നിങ്ങൾ നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം. പിന്നെ അള്ളാഹുവിനെ അനുസരിക്കണം, നബി തങ്ങളെ അനുസരിക്കണം, അള്ളാഹ്ക്ക് നന്ദി ചെയ്യണം, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. ഇങ്ങനെയല്ലാതെ ഈ 2 വിഷയങ്ങൾ കമ്പൈൻ ചെയ്തുകൊണ്ടല്ലാതെ ഖുർആനിൽ ഇങ്ങനെ പരാമർശങ്ങൾ കാണാൻ കഴിയില്ലെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ കാരണം എന്നറിയോ? അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നിന്റെ ഉമ്മയെ വാപ്പയെ നീ അനുസരിച്ചാൽ നിനക്ക് അതിലേക്കുള്ള ഒരു ചവിട്ടുപടി കിട്ടും.
നീ അള്ളാഹുവിനെ അനുസരിക്കണം, നിന്റെ മാതാപിതാക്കളെ. എന്തേ നിന്റെ മാതാപിതാക്കളെ അനുസരിക്കേണ്ടി വന്നത്? അല്ലാഹു തആല മനുഷ്യനോട് വസിയത്ത് ചെയ്തു എന്നാണ് പറയേണ്ടതെങ്കിൽ ഔസ്വ എന്നാണ് പറയാ. വസ്വൈനൽ ഇൻസാൻ, നിരന്തരമായി മനുഷ്യനോട് അല്ലാഹു പറഞ്ഞുകൊണ്ടിരിക്കാൻ, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒരിക്കൽ കഴിഞ്ഞാൽ മറ്റൊന്ന്, ഇങ്ങനെ നിരന്തരം. അതുകൊണ്ടാണ് ഹദീസുകളിലൊക്കെ മാതാപിതാക്കളെ മക്കൾ നോക്കണം എന്ന് പറയുന്ന ഭാഗം ഒരുപാട് ഹദീസുകൾ കാണാൻ പറ്റുന്നത്. നിരന്തരം ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന്, അത് മറക്കുമ്പോഴേക്കും ഉടനെ, ഇങ്ങനെ മനുഷ്യനോട് നിരന്തരം മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ, അവരെ സന്തോഷിപ്പിക്കണേ, അവരുടെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കണമേ എന്ന് നിരന്തരം അല്ലാഹു പറയാനുള്ള ഒരു കാരണം നിന്റെ വുജൂദിന്റെ, നീ ഈ ലോകത്തേക്ക് കടന്നു വരാനുണ്ടായതിന്റെ ആദ്യത്തെ ടാൻജിബിൾ ആയിട്ടുള്ള കാരണക്കാർ നിന്റെ മാതാപിതാക്കളാണ്. ഈ ഭൗതിക ലോകത്തെ കാരണക്കാർ നിന്റെ മാതാപിതാക്കളാണ്. അവര് നിക്കാഹ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നീ ജനിക്കില്ലായിരുന്നു. അതുകൊണ്ട് നീ അവർക്ക് നന്ദി ചെയ്യണം. അങ്ങനെയെങ്കിൽ നിന്നെ ജനിപ്പിച്ചവൻ, നിന്റെ മാതാപിതാക്കളെ ജനിപ്പിച്ചവൻ, ഈ ലോകമെല്ലാം പടക്കാൻ കാരണക്കാരൻ നിന്റെ അല്ലാഹുവാണ്. അപ്പൊ നിനക്ക് അല്ലാഹുവിനെ മനസ്സിലാവും. നിന്റെ ജനനത്തിന്റെ കാരണക്കാർ നിന്റെ മാതാപിതാക്കൾ, ഭൗതിക കാരണക്കാർ. എന്നാൽ നിന്നെയും നിന്റെ മാതാപിതാക്കളെയും ലോകത്തെ സർവ്വ മനുഷ്യരെയും പടച്ചത് നാമാണ് പടച്ചിട്ടുള്ളത് എന്ന് നിനക്ക് മനസ്സിലാവൂലേ? നിന്റെ മാതാപിതാക്കളെ കണ്ണുകൊണ്ട് നീ കാണുന്നുണ്ട്, നിന്റെ ഉമ്മയാണ്, നിന്റെ വാപ്പയാണ്. എങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത റബ്ബിന് നിനക്ക് അല്ലാഹുവിന് നന്ദി ചെയ്തുകൂടെ? അവനല്ലയോ ഇതിന്റെ എല്ലാറ്റിന്റെയും കാരണക്കാരൻ? അല്ലാഹു തആല വളരെ വളരെ ഗോപ്യമായ രീതിയിൽ ഒരാശയം നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യനെ നുത്ഫയിൽ നിന്നാണ് അല്ലാഹു പടച്ചത്. നുത്ഫ, ബീജം എന്ന് പറയുന്നത് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ ഉമ്മയാവാൻ പോകുന്ന സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ കടന്നു ചെല്ലുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലൂടെയാണ്. ഏറ്റവും കൂടുതൽ ആനന്ദദായകമായ ഒരു ബന്ധത്തിലൂടെയാണ് കുഞ്ഞ് ജന്മമെടുക്കുന്നത്. അതുകൊണ്ടാണ് മക്കളോട് ജന്മന മക്കളോട് മാതാപിതാക്കൾക്ക് സ്നേഹമുണ്ടാവാൻ കാരണം. അതല്ല, മക്കളുണ്ടാകുന്നത് ഒരു ആനന്ദവുമില്ലാത്ത ഒരു പ്രോസസ്സിലൂടെയാണെങ്കിൽ മാതാപിതാക്കൾ മക്കളെ നോക്കില്ലായിരുന്നു എന്നാണ്. കാരണം നിങ്ങളുടെ ഏറ്റവും സന്തോഷം വന്ന ഒരു മുഹൂർത്തത്തിൽ നിന്നാണ് ഈ കുഞ്ഞിന് ജന്മമുണ്ടായത്. അതുകൊണ്ടാണ് നിങ്ങൾ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വിഷമുണ്ടാകുന്ന ഒരവസ്ഥയിൽ, ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു ആനന്ദം കിട്ടാത്ത ഒരവസ്ഥയിലാണ് മക്കൾ ജനിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആ മക്കളെ മൈൻഡ് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ മക്കളെ ശ്രദ്ധിക്കണം. അവർ നിങ്ങളുടെ മക്കളാണ്. അതുകൊണ്ട് അല്ലാഹു തആല നിങ്ങളുടെ ശാരീരിക ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ ആനന്ദമുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് മക്കളെ അല്ലാഹു ജനിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ മക്കളോട് മാതാപിതാക്കൾക്ക് സ്നേഹം തോന്നുന്നത് എന്ന് ഉലമാ പഠിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, ശരീരം മുഴുവനും ആസ്വദിക്കുന്ന ഒരു ആനന്ദമാകയാൽ ആ സമയത്ത് അല്ലാഹുവിനെ ഓർക്കാൻ മനുഷ്യന് കഴിയില്ലെന്നാണ്. ആ സമയത്ത് ഒരു മനുഷ്യൻ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ അല്ലാഹുവിനെ, ആ മനുഷ്യന്റെ വിസർജ്യം നടക്കുന്ന സമയം അല്ലാഹുവിനെ ഓർക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് ഓർക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാൻ പറ്റുന്ന ഒരു സമയമല്ല. അതുകൊണ്ടാണ് ആ പ്രോസസ്സിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഒരു ദിക്ർ ചൊല്ലി കിടക്കുക. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖുബ്സി വൽ ഖബായിസ്, അങ്ങനെ ടോയ്ലറ്റിലേക്ക് കിടക്കുന്നത്. ഉറങ്ങാൻ പോവാണ്. ഉറങ്ങുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരില്ല, അല്ലാഹുവിനെ ഓർക്കാൻ പറ്റില്ല. നമ്മൾ അൺകോൺഷ്യസ് മൈൻഡാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബിസ്മിക റബ്ബി വദഅതു ജംബി ദിക്ർ ചൊല്ലിയിട്ട് കിടക്കുക. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് നടക്കുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് അല്ലാഹുവിനെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റാത്ത സമയം, നിങ്ങൾ ദിക്ർ ചൊല്ലാൻ പറ്റാത്ത സമയമാണ്, അശുദ്ധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖതനാ, പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് പിശാചിനെ കൊണ്ടുവരല്ലേ, ഞങ്ങൾക്ക് നീ നൽകാൻ പോകുന്ന മക്കളിലും പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവല്ലേ എന്ന് ദിക്ർ ചൊല്ലിയിട്ട് വേണം നിങ്ങൾ ആ റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കുവാൻ. എന്നിട്ടോ നിങ്ങളുടെ ശരീരം ഒന്നാകെ ആസ്വദിക്കുന്ന ഒരു ആസ്വാദനമാകയാൽ നിങ്ങൾ ശരീരം മുഴുവനും നനയുന്ന കുളി കുളിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുന്നത്. കാരണം നിങ്ങളുടെ ശരീരത്തിന്റെ ഒരവയവമല്ലാതെ ആസ്വദിച്ചത് ശരീരം മുഴുവനുമാണ്. അതുകൊണ്ടാണ് ജനാബത്തിന്റെ കുളി വരാൻ കാരണമെന്ന് ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും വളരെ മനോഹരമായിട്ടാണ് കുഞ്ഞിന്റെ ജന്മം അല്ലാഹു നടക്കുന്നത്. അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ കാണുന്നില്ലയോ, അന്നാ ഖലഖനാഹു മിൻ നുത്ഫ, മനുഷ്യനെ നാം പടച്ചത് നുത്ഫയിൽ നിന്നാണ്, ഒരു ഏകകോശത്തിൽ നിന്ന്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്.
അതിനെ ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരികയാണ്. അല്ലാഹു തആല മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. മനുഷ്യനെ അംശാജ് എന്ന് പറഞ്ഞാൽ മിക്സ് ആയിട്ടുള്ളത്, അണ്ഡവുമായി കൂടിച്ചേർന്ന ഒരു നുത്ഫ. എന്നാൽ ഒരു കുഞ്ഞിന്റെ ജെൻഡർ നിർണ്ണയിക്കുന്നതിന്റെ പ്രധാന പങ്കാളിത്തം, എല്ലാ പങ്കാളിത്തവും നിർണ്ണയിക്കുന്നത് പുരുഷനാണ്.